ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എടാ ആഷി, എന്തുവാടി? ഞാൻ എഴുതിയ ലെറ്റർ ആരും എടുത്തിട്ടില്ലല്ലോ. അതേപടി ബാഗിനകത്ത് കിടപ്പുണ്ട്. ആണോ? സ്ഥിരമായി കിട്ടുന്ന എഴുത്തോ? അതുമില്ല. എന്തെങ്കിലും കാരണം കാണും. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, കുറച്ചു ദിവസം കൂടി കാത്തു നോക്കാം. സംസാരിച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു. അപ്പോഴേക്കും സാർ കൊടുത്ത സിം കാർഡ് ആക്ടിവേറ്റ് ആയിരുന്നു. ഉമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് അവൾ പെട്ടെന്ന് ചെവിയോട് ചേർത്തു. അടുക്കളയിൽ രാത്രി ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ് ഫോൺ കിടന്ന് ആലാപനം നടത്തുന്നത്. കൈ തുടച്ച് അവർ വേഗത്തിൽ വന്ന് നോക്കി. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും ഒരു സംശയത്തോടെ അറ്റൻഡ് ചെയ്ത് സംസാരം തുടങ്ങി. ഹലോ, അസ്സലാമു അലൈക്കും ഉമ്മ, ഞാൻ ആദിലയാ. മറുവശത്ത് ആദിയാണെന്നറിഞ്ഞു ഉമ്മയിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. സലാം അടക്കിക്കൊണ്ട് ആ ഒരു മതിയാവോൾ അവളോട് സംസാരിച്ചു. ഇടയ്ക്ക് ഉപ്പയുടെ കയ്യിലും കൊണ്ടുകൊടുത്തു. ആ മോളെ വെക്കല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ഫെബി മുകളിലുണ്ടായിരുന്നു. അത് കേട്ടത് അവളൊന്നും പരിഭ്രമിച്ചു. അതോ വേണ്ടുമ്മ, സാറിന് ഞാൻ ഇന്നും കണ്ടതല്ലേ, കൊടുക്കണമെന്നില്ല. അപ്പോഴേക്കും ഉമ്മ പടികൾ കയറി അവന്റെ മുറിയുടെ മുമ്പിലെത്തിയിരുന്നു. ഫെബി. ആ എന്തോ ഉമ്മ? നീ ഇതിനകത്ത് എന്ത് ചെയ്യാടാ? നാളത്തേക്കുള്ള കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്മ. സാറ് തിരക്കിലായിരിക്കും, വേണ്ടുമ്മ, ഞാൻ പിന്നെ സംസാരിച്ചോളാം. ആദി വീണ്ടും പറഞ്ഞെങ്കിലും ഉമ്മ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നാ സംസാരിക്ക്, ആദി മോളാ, ഉമ്മ പറഞ്ഞു. അവനൊന്നുകൂടി തല ഉയർത്തി നോക്കി. ഫോൺ തന്നെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് യാന്ത്രികമായി അത് വാങ്ങി ചെവിയോട് ചേർത്തു. ഉമ്മ തിരിഞ്ഞ് പുറത്തേക്ക് തന്നെ നടന്നു. ഹലോ, എന്താടി? നീ പറഞ്ഞോ എന്നോട് സംസാരിക്കാൻ തോന്നുന്നു? ഇല്ല സർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ വെറുതെ കൊണ്ടുവന്നാ. ഫോണും നീറ്റും കൈ കിട്ടിയെന്ന് കരുതി പഠിത്തത്തിലെങ്ങാനും ഉഴപ്പ് കാണിച്ചാലുണ്ടല്ലോ, ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ഇല്ല സർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ആ എങ്കിൽ നിനക്ക് കൊള്ളാം. എന്നാ വേഗതൊക്കെ മാറ്റി വെച്ചിരുന്ന് പഠിക്കാൻ നോക്ക്. ഒരു പുഞ്ചിരിയോടെ അവൻ കോൾ കട്ട് ചെയ്തു. ഉമ്മയിലേക്ക് ഫോണോട് തിരികെ മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് റെയ്ഹാൻ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇക്ക ഫ്രീ ആണോ? എന്താടാ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. റെയ്ഹാൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. അവന് കേൾക്കാനെന്ന പോലെ ഫെബി അവിടെ തന്നെ നിന്നു. അത് പിന്നെ ഇക്ക, ഞാനിനി ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. ഇക്കാക്ക് വല്ല വിരോധമുണ്ട് അതിന്? എനിക്കെന്തിനു വിരോധം? ഇത് നിന്റെ കൂടി വീടല്ലേ? ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചപ്പോൾ ഇക്കാനോട് സംസാരിച്ചിട്ട് അവന്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് അവർ പറഞ്ഞ്. ഫെബി ഒരു നിമിഷം ചിന്തയിലാണ്. കഴിഞ്ഞതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാനും ക്ഷമിച്ചു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാൽ പോയിക്കോ എന്ന് പറഞ്ഞ് അവനെ ഇവിടുന്ന് ഇറക്കി വിടാനും കഴിയില്ല. എന്താ ഞാനിപ്പോൾ പറയാ? ഇക്ക, നിങ്ങൾക്കൊക്കെ നാണക്കേടാണെങ്കിൽ ബുദ്ധിമുട്ടണ്ട, നാളെ തന്നെ ഞാൻ മടങ്ങിപ്പോയിക്കോളാം. നാണക്കേട് ഉണ്ടായതിനേക്കാൾ വലിയ നാണക്കേട് ഇനി എന്തു വരാൻ? ഫെബി ഒരു പുച്ഛത്തോടെ മനസ്സിലോർത്തു. അല്ലെങ്കിൽ ഇവരെ ഇനി തനിച്ചുവിടാത്താണ് നല്ലത്. ആരും ശ്രദ്ധിക്കാനില്ലാതെ കൂടുതൽ വഴിവഴിച്ച് പോവുകയുള്ളൂ. നീ ഇനിയെങ്കും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. പിന്നെ ഒരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. നീ ഉണ്ടാക്കി തീർത്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നിനക്ക് തന്നെ അറിയാലോ. അങ്ങനെ ഒരു പ്രവൃത്തി മേലാ നിന്റെ ഭാഗത്തുണ്ടാവില്ലെന്ന് എനിക്ക് വാക്ക് തരണം. ഇക്ക വിശ്വസിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്? എനിക്കറിയില്ല റെയ്ഹാൻ, ഞാനൊന്നിനും സാക്ഷിയല്ലല്ലോ. നീ തെറ്റുകാരനല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് അന്നും ഇന്നും ഇഷ്ടം. അതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്ത് ഫെബിയോടും തിരിഞ്ഞടന്നു. എന്തുകൊണ്ടോ റെയ്ഹാന്റെ മിഴിക്കോടുകളിൽ ആ നിമിഷം ഒരു നീരുറവ് പൊടിഞ്ഞിരുന്നു. ഷിഫക്ക് നൽകാനുള്ള ഗിഫ്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു വണ്ടി നിറയെ കുട്ടിപ്പട്ടാളങ്ങളെയും പെറുക്കി കൂട്ടി ടൗണിലെ ഏറ്റവും വലിയ ഷോപ്പിലേക്ക് പോയതാണ് ഷിഹാബ്. ഈ അത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്തിട്ടും അവനെന്തോ തൃപ്തിയാവുന്നില്ല. കുറഞ്ഞുപോയി എന്ന് തന്നെ മനസ്സ് പറയുന്നു. ഒന്നിലും ഉറച്ചു നിൽക്കാതെ വീണ്ടും വീണ്ടും മാറ്റിക്കളിക്കുന്നുണ്ട്. ആദ്യം കരിപ്പേറാൻ തുടങ്ങി. ഇയാൾ ഇന്ന് ഞാൻ ആൾ പല്ലിയനിച്ചുകൊണ്ട് പിറിവിറുത്തു. ഇക്ക, നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഇന്ന് കഴിയില്ല കേട്ടോ. എടി, ഇതുള്ളാവോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നില്ല. എന്റെ പൊന്നാര് ഷിയാബ്ക്ക, നിങ്ങളൊന്നും ഇവിടെ വന്നിരിക്കേ. പെൺകുട്ടികളുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അതിനനുസരിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തോളാം. അമ്മായിയുടെ മോള് വന്ന് ഷിയാബിനെ പിടിച്ച് അവിടെയുള്ള ഇരിപ്പിടത്തിൽ ഇരുത്തിച്ചു. ഇനി അവിടുന്ന് അനങ്ങിപ്പോരുത് എന്നൊരു താക്കീതും കൊടുത്തു. അവരുടെ സെലക്ഷൻ നന്നാവുമോ എന്ന ടെൻഷനിൽ ഒരു വിരലിലെ നഖം മുഴുവൻ അവൻ ആ ഇരിപ്പിൽ തിന്നേർത്തു. എന്തോ ആവശ്യത്തിനായി സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വരാന്തയിൽ ഒരു കൂട്ടം കുട്ടികളോടൊപ്പം ആദ്യം നിൽക്കുന്നത് ഫെബിയുടെ കണ്ണിൽപ്പെടുന്നത്. ആഷിയുടെ ദേഹത്തേക്ക് ചാരി അവളെ ഒരു കൈ കൊണ്ട് അവൻ വലയം ചെയ്ത് പിടിച്ചിട്ടുണ്ട്, കപ്പിൾസിനെ പോലെ. ആ കാഴ്ച കണ്ട് ഫെബിയുടെ പെരുവിരൽ മുതൽ അരിച്ചേറാൻ തുടങ്ങി. ആദില, ശബ്ദം കടുപ്പിച്ച് സ്വല്പ ഉച്ചത്തിലാവും വിളിച്ചതും എല്ലാവരുടെയും നോട്ട് അങ്ങോട്ടേക്കായി. ഇവിടുവാ. ചെല്ല് ചെല്ല്. ഫ്രണ്ട്സ് എല്ലാം കൂടെ കളിയാക്കിയെങ്കിലും ഫെബിയുടെ മുഖഭാവത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് അവൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം പേടിയോടെയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന്. എന്താ സർ ചോദിച്ചു. അവനവളെന്ന് ഉരുട്ടി നോക്കി. ആദിയുടെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങാൻ തുടങ്ങി. എന്തായിരുന്നു അവിടെ?
വെറുതെ സംസാരിച്ചെന്നായിരുന്നു. ഏതടുത്ത കൂട്ടുകാരനാണെങ്കിലും ശരീരങ്ങൾ തമ്മിൽ കുറച്ച് അകലം പാലിക്കാൻ നല്ലതാ. ദിവസം ഓരോന്ന് കേൾക്കുന്നതല്ലേ. നിന്റെ മനസ്സിലാവുന്ന ചിലപ്പോൾ ഒരു ആത്മമിത്രത്തിന്റെ സ്ഥാനമായിരിക്കും. എന്നാൽ അവനും നിന്നെ അങ്ങനെ മാത്രമാണ് കാണുന്നത് എനിക്ക് ഉറപ്പുണ്ടോ? ഫെബി പറയുന്നിട്ട് ആദ്യം നെറ്റി വിളിച്ചു. സർ, സാറെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആഷിന്റെ ആരാണെന്ന് സാർ കരുതി വെച്ചിരിക്കുന്നത്? ആവും നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് എനിക്കറിയാം. പക്ഷേ സർ, ഒരു മിനിറ്റ്, ആഷിന്റെ സുഹൃത്താണോ? അല്ലേ? ഫെബിയുടെ മുഖത്തൊരു ആശ്ചര്യം വിരിഞ്ഞു. അതുകൊണ്ട് ആദ്യം ഒന്ന് പുഞ്ചിരി തൂവി. ശേഷം തിരിഞ്ഞുകൊണ്ട് ആഷിയെ വിളിച്ചു. ആഷി, ഒന്നിങ്ങി വാ. ആള് വിളിച്ചു. അവൻ ഓടി അവർക്ക് അരികിലെത്തി. എന്താടി? നീ എന്റെ ആരാണെന്ന് സാന്നിധ്യം അറിയില്ല. ബെസ്റ്റിയാണെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞു കേട്ട് ഒരു പകപ്പോടെ ആഷിയും ഫെബിയും മുഖത്തോട് മുഖം നോക്കി. ആണോ സർ? ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണോ സാർ കരുതിയിരിക്കുന്നത് എന്നും ചോദിച്ച് ആഷി ആദിയുടെ തോളിലൂടെ കൈയിട്ടു. ഫെബിക്ക് ഉത്തരമില്ലായിരുന്നു. ആകാംക്ഷയോടെ അവനങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാ. ഒരേ ദിവസം ഒരുമിച്ച് പുറത്തേക്ക് വന്നവർ, ഇരട്ടകൾ. വാട്ട്? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഫെബി അലറിപ്പോയി. സാറ് ഞെട്ടണ്ട, പറഞ്ഞ സത്യ. ഞാൻ ഈ നിമിഷം വരെ കരുതിയിരുന്നത്. ഛേ, എന്നാലും ഞാനിങ്ങനെ ഇത് അറിയാതെ പോയി. എന്തോ അമളി പറ്റിയതുപോലെ അവൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതെങ്ങനെ? ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇവളെ കുറിച്ച് ചോദിച്ചാലല്ലേ. തുടക്കത്തില് താല്പര്യമില്ലാത്തോണ്ടൊന്നും മുതിർന്നില്ല. ചെറിയ നീരസത്തോടെ അവൻ മനസ്സിലോർത്തു. ലഞ്ച് ബ്രേക്ക് കഴിയാറായി, ഞങ്ങളെന്നാ ക്ലാസ്സിലേക്ക് പോയിക്കോട്ടെ സാർ? കേട്ട സത്യത്തിന്റെ തരിപ്പ് വിടാതെ അവരൊന്ന് മൂളുക മാത്രം ചെയ്തു. ബസ്സിൽ നിന്നിറങ്ങിയതും പതിവ് സ്ഥാനത്ത് ഷിയാബിരിക്കുന്നു. ഫോൺ ചെവിയിൽ വെച്ച് ആരോടോ കത്തിയടിക്കുന്ന പണിയിലാണ് മൂപ്പര്. ബസ് വന്നും ഷിഫ ഇറങ്ങിയൊന്നും അറിഞ്ഞിട്ടേയില്ല. അതേടാ, മറ്റന്നാളാ. ആ, എല്ലാം വാങ്ങിച്ചു. കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ വീട്ടില്, അവരെയും കൂടെ കൂട്ടി ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്യാൻ. എത്ര നാളത്തെ കാത്തിരിപ്പാ. ഇതൊന്നും ഉറച്ചിട്ടാൽ ഇനി പെണ്ണിന് സമാധാനം ഉണ്ടാവും. എന്നാ പിന്നെ വെക്കട്ടെ, ഞാൻ എല്ലാം റാത്താൻ ദുആ ചെയ്യുന്നേ. വണ്ടിക്കരികിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ഷിയാബിന്റെ സംസാരം ഷിഫ കേൾക്കാനിടയായി. ഞായറാഴ്ചത്തെ പെണ്ണുകാണൽ ചടങ്ങിന്റെ കാര്യമാണ് അവൻ ഇത്ര സന്തോഷത്തോടെ പറയുന്നെന്ന് അവൾക്ക് മനസ്സിലായി. നോവ് നിറഞ്ഞ് അവളുടെ ഉള്ളം വല്ലാതെ ഉരുകി. ഇന്ന് നാരങ്ങാ മിഠായി വേണ്ടായിരുന്നോ മോളെ? കടക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ രണ്ടുപേരുടെയും നോട്ട് ഒരുപോലെ അയാളിലേക്ക് നീങ്ങി. ഇന്ന് വേണ്ടിക്ക. പുറകിൽ നിന്ന് ഷിഫയുടെ ശബ്ദം കേട്ടാണ് ഷിയാബ് തിരിഞ്ഞു നോക്കുന്നത്. ഈ വെളിതപ്പ് ലാൻഡ് ചെയ്തു, ഞാൻ അറിഞ്ഞില്ലല്ലോ. ആലോചിച്ചുകൊണ്ട് അവനോട് നേരെ കൈ ഉയർത്തി. ഹായ് അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. എങ്കിലും ഉള്ളം വിങ്ങുന്ന വേദന ആ മുഖത്ത് തെളിഞ്ഞ് കാണാമായിരുന്നു. പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞടന്നു. എന്റെ തൊട്ടാവാടി പെണ്ണേ, നീ തന്നെയാണോ എന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിരുന്നു? അപ്പൊ ഇത്രയേ ഉള്ളൂ അല്ലേ? സാരമില്ല, മുന്നിൽ വന്ന് നിന്ന് നിന്നെ ഒന്ന് ഞെട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. നാളെ ഒരു ദിവസം കൂടി, അത് കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണുകൾ നിറയാതെ ഞാൻ സൂക്ഷിച്ചോളാം. മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ടാവും മന്ദസിച്ചു. വീട്ടിലെത്തിയിട്ടും ഫെബിക്ക് നേരിയൊരു സംശയം അവശേഷിച്ചു. ആ നേരെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ, ആദിലേക്ക് 2 സഹോദരന്മാരാണോ? അതേലോ, ഒന്ന് അവരെക്കാൾ മൂത്ത്. നീ അന്ന് കണ്ടിട്ടില്ലായിരുന്നോ? എല്ലാ കാര്യങ്ങളും നോക്കി അതിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. പിന്നെ ഒന്ന് അവളുടെ കൂടെ ജനിച്ചവൻ. അവളോടൊപ്പം ആ കോളേജിൽ തന്നെ ഉണ്ടല്ലോ. നിന്റെ സ്റ്റുഡൻ്റ് അല്ലേ? അതെ. ഉമ്മയുടെ വിശദീകരണം കേട്ടതോടെ അവന് കാര്യങ്ങൾ തീർച്ചയായി. എന്തേന്ന് എനിക്ക് ഇപ്പോൾ ഒരു സംശയം. ഏയ്, ഒന്നുമില്ല. അന്ന് പെണ്ണ് കാണാൻ പോയപ്പോൾ ആഷിക്കിനെ അവളോടൊപ്പം കണ്ടതാണ്. എന്നിട്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് കടന്ന് ചിന്തിച്ചില്ലായിരുന്നു ഞാൻ. ആ ഒരു സുഹൃത്തുക്കളാണല്ലോ. അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് അവൻ പങ്കെടുക്കുന്നു, അത്രയേ കരുതിയിരുന്നുള്ളൂ. തിരിഞ്ഞടക്കവേ അവൻ മനസ്സിലോർത്തു. ചുമ്മാ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന നേരത്താണ് ആദിയുടെ ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കുന്നത്. അവൾ പരിസരത്തെങ്ങും ഇല്ലെന്ന് മനസ്സിലായതും ആഷി പോയി നോക്കി. ഫെബിൻ സർ കോളിംഗ്. ആ പേര് കണ്ടതും ആദിയെ നോക്കി അവൻ അവിടെ കലഞ്ഞു. എവിടെയും കാണാഞ്ഞ് മുകളിൽ അവിടെ മുറിയിലേക്ക് നടന്നു. ആദി, ആ, ഞാൻ എവിടേക്ക് അന്വേഷിച്ചു. എന്തേ? സാറ് വിളിച്ചിരുന്നു. സാറോ? ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണുമല്ലോ. അറിയില്ല, നീ തന്നെ ചോദിക്കുക. അല്ല, ഈ സാറ് വിളി കോളേജിൽ മാത്രം പോരെ? അല്ലാത്തപ്പോൾ നിനക്ക് വേറെ എന്തെങ്കിലും വിളിച്ചുകൂടെ? ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേൾക്കുന്ന അങ്ങനെ കുഴപ്പമില്ലെങ്കിൽ എനിക്കെന്താ? ആ, രണ്ടും കണക്കാ. അൺറൊമാൻറ്റിക് മൂരാച്ചികൾ. ഞാനതല്ല ആലോചിക്കുന്നത്. സാറിന്ന് വിളിച്ച നാവ് കൊണ്ട് അളിയാന്ന് വിളിക്കണ്ടേ? ഇനി ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം, എങ്കിലേ നാവിന് വഴങ്ങത്തുള്ളൂ. ആ, നീ എന്നാലും തിരിച്ചു വിളിക്കുക, കാര്യം അന്വേഷിക്കാം. പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കയ്യിലേക്ക് കൊടുത്ത് ആഷി മുറി വിട്ടിറങ്ങി. ആദ്യം ഫെബിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ. ആ, സാറ് വിളിച്ചായിരുന്നോ? ഞാൻ ചുമ്മാ ഇന്ന് കോളേജിൽ വെച്ചറിഞ്ഞ് ഞാൻ ഞെട്ടിക്കുന്ന സത്യോർമ്മ വന്നപ്പോൾ വെറുതെ. ഓ, അതാണോ? 1-2 പറഞ്ഞിരുന്ന ആ സംഭാഷണം നീണ്ടുപോയി. ഒരുപാട് നേരം സംസാരിച്ചപ്പോൾ ഇരുവർക്കും പരസ്പരം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇത്താത്ത, ഒന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്ക്. ഇതെന്തൊരു ഉറക്ക?
ഹായ് വന്ന് കാലിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഷിഫ കണ്ണുകൾ തുറക്കുന്നത്. സമയം എത്രയായിന്ന്? സമയം എത്രയായി? 10 അല്ലാ, ഇത്രയും സമയം ഉറങ്ങിയ ഞാൻ? ഷിഫ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഷിയാബ് ഖാൻ ഓർത്ത് കിടന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇന്നലെ സുബഹി നിസ്കരിച്ചും വല്ലാത്തൊരു ക്ഷീണം തോന്നി. എഴുന്നേറ്റ പോലെ തന്നെ ബെഡിലേക്ക് മറിഞ്ഞു. അടുക്കളയിൽ നിന്നും നല്ല മണം, പോരാത്തിനും പൊരിഞ്ഞ ബഹളവും. ഹയ, എന്താ ഇവിടെ? അവൾ അനിയത്തിക്കുട്ടിയോട് ചോദിച്ചു. നിങ്ങളെ പെണ്ണാണാൻ ആരോ വരുന്നുണ്ട് പോലും. അമ്മായിമാരും എളാമാരും മൂത്തമാരൊക്കെ പ്രസന്റ് ആയിട്ടുണ്ട് എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ അവളോട് പറഞ്ഞു. നീ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് കരുതി മനഃപൂർവ്വം മറച്ചു വെച്ചതാ. ഉപ്പ അവർക്കരിയിലേക്ക് കയറി വന്നു. ഉപ്പ എന്തിനാ ഇത്രയും പെട്ടെന്ന്? ഒന്ന് സൂചിപ്പിക്കലും ചെയ്തുകൂടായിരുന്നോ? പെട്ടെന്നോ? വയസ്സ് 21 ഇനിയും ആരെ കാത്താ മോളെ? രാജകുമാരൊന്നും നമ്മുടെ കുടിയിലേക്ക് വരില്ല. ഒരു പാവപ്പെട്ട ഉപ്പയുടെ മോളല്ലേ നീ. അതുകൊണ്ട് ഇതിന് നീ സമ്മതിക്കണം. ഉപ്പയുടെ സംസാരത്തിലെ വേദന കണ്ട് അവൾക്ക് എതിർത്തൊരു അക്ഷരം മിണ്ടാൻ തോന്നിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. അവിടെ പൊടിപൂരം നടക്കുകയാണ്. അകത്തുനിന്നും പുറത്തുനിന്നും വെക്കലും വിളമ്പലും. കുടുംബക്കാരും അയൽക്കാരും തകൃതിയായി വെട്ടുന്നു, അരിയുന്നു, പരക്കം പായുന്നു. കുട്ടി സെറ്റുകളെല്ലാം ചേർന്ന് ഒരിടത്തു കൂടി ഇരിക്കുന്നു. എന്റെ പടച്ചോനെ, ഇതൊന്നും അറിയാണ്ടാണ് ഞാനിതൊരു വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നുറങ്ങി. കഷ്ടം. ആലോചിച്ചപ്പോൾ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. ഇന്നാ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കുളിച്ച് ഒരുങ്ങി നിൽക്കാൻ നോക്ക്. ഒരു പാത്രത്തിൽ പത്തിരിയും ചിക്കൻ കറിയും വിളമ്പി മുന്നിലേക്ക് കൊണ്ടിട്ട് അമ്മായി അതേപോലെ തിരിഞ്ഞോടി. അത് കണ്ടൊരു നിമിഷം അവൾ വാ പൊളിച്ചു. പിന്നെ സമയം വേസ്റ്റാക്കാൻ കിട്ടിയത് നിന്ന് വേഗത്തിൽ പോയി കുളിച്ചു വന്നു. വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനുള്ള ഒരു കിടിലൻ സൽവാർ വിദേശത്തുള്ള കസിൻ ബ്രദേഴ്സിന്റെ വക ഗിഫ്റ്റായി അവൾക്ക് എത്തിയിരുന്നു. കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഈ താത്തയെ ഒരുക്കാൻ അനിയത്തി കുട്ടികൾ അതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഇതൊക്കെ വേണോ? കേവലം ഒരു പെണ്ണുകാണൽ ചടങ്ങിലേ നടക്കുന്നുള്ളൂ. മനസ്സിന് ഇഷ്ടമില്ലാത്ത കാരണം ദയനീയമായി ചോദിച്ചുകൊണ്ട് അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. ഇന്നൊരു ദിവസം ഞങ്ങൾ പറയും, നിങ്ങൾ അനുസരിച്ചാൽ മതി. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നിർബന്ധിച്ച് സെൽവാറും അതിനോട് മാച്ചായ ഓർണമെന്റ്സ് അവളെ ധരിപ്പിച്ചു. ലഘുവായ രീതിയിലൊന്ന് മേക്കപ്പ് ഇട്ട് കൊടുത്തു. ഇളം പിങ്ക് കളർ ലിപ്സ്റ്റിക് കൊണ്ട് ചുണ്ടിൽ ചെറുതായി ഒന്ന് ഷെയ്ഡ് ചെയ്തു. വാലിട്ട് കണ്ണുകൾ നീട്ടി വരച്ചു. എല്ലാറ്റിനും മുകളിൽ ഷോൾ എടുത്ത് ഒഴുക്കനായി തലയിലൂടെ നിവർത്തിയിട്ടു. അരേ വാ! അയാളുടെ കവളിൽ ചെറുതായി ഒന്ന് പിച്ചി വലിച്ചു. അട്ടിപ്പൊടി! മുറിയിലേക്ക് ഇടിച്ചേറി വന്ന അമ്മായിമാരും എളാമാരൊക്കെ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. ഉമ്മയെ അവൾ നോക്കി മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ മടിച്ചില്ല. പക്ഷെ ഇടയ്ക്കിടെ ഷിയാബിന്റെ മുഖം ഓർമ്മയിൽ തെളിയുമ്പോൾ അവളുടെ ഉള്ളിൽ എവിടേക്കോ ഒരു കൊളുത്തി വഴി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇതാ അവരെ എത്തിയിട്ടോ! ഹായ ഓടി വന്ന് പറഞ്ഞു. ഷിഫയുടെ വയറ്റിൽ നിന്ന് ഒരു ഉരുണ്ടുകയറ്റം വന്നു. ടെൻഷനോടെ അവൾ മെല്ലെ ബെഡിലേക്ക് ഇരുന്നു. ഷിഫയുടെ വീണുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തു. അതിൽ നിന്നിറങ്ങിയതും ആദിയുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് അവളുടെ ഫെബിൻ സാറിന്റെ മുഖമായിരുന്നു. എടി, ദാണ്ട് അളിയൻ നിൽക്കുന്നു. ആദ്യം ആ കാര്യം പറയാൻ വേണ്ടി ആശയം നോക്കിയപ്പോഴേക്കും അവനും സാറിനെ കണ്ടുകഴിഞ്ഞിരുന്നു. രണ്ടുപേരും ധൃതിയിൽ കാറിൽ നിന്നിറങ്ങി. അവർക്ക് മുന്നേ ഫെബിക്കരിയിലെത്തിയ ഷിയാബ് അവന് കൈ കൊടുത്തൊന്ന് ഹഗ് ചെയ്തു. അളിയാ! ഒരവിഞ്ഞ ശൈലിയിൽ ആശി വിളിക്കുന്ന കേട്ട് ഇരുവരും അകന്നു മാറി. മുന്നിൽ ആശയും കൂടെ ആദ്യം നിൽക്കുന്ന കണ്ട് ഫെബി പറയാൻ തുടങ്ങി. നല്ല ആൾക്കാരാ, എന്നെ ഒന്ന് ക്ഷണിക്കാൻ തോന്നി രണ്ടെണ്ണത്തിനും. എന്റെ ഈ വലിയളിനും പിന്നെ ഉമ്മയും പറഞ്ഞുകൊണ്ട് ഞാൻ വിവരം അറിഞ്ഞു. അവൻ പറഞ്ഞു കേട്ട് രണ്ടും കൂടി ചമ്മയെ ഇളിയിളിച്ചു. എന്തോ നാടി! ഷിയാബ് ആദ്യം നോക്കി ഈർഷ്യയോടെ കൈമലർത്തി. അവളാകെ ഇല്ലാതായ പോലെ തോന്നി. അപ്പോഴേക്കും കൂടെയുള്ളവരൊക്കെ നടന്നു തുടങ്ങിയിരുന്നു. അവർക്ക് പുറകിലായി ഷിയാബും ആദ്യം ആഷിയും ഫെബിനും കൂടെ ചുവടുകൾ വെച്ച് വന്നവർ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ശബ്ദം കേട്ടു. ഷിഫയുടെ നെഞ്ചിരിപ്പ് വേഗത്തിലായി. കണ്ണുകൾ അണപൊട്ടി ഒഴുകി. പരിസരബോധം വന്ന ചുണ്ടുകൾക്ക് അടിച്ചു പിടിച്ച് അവൾ സങ്കടം മുതുക്കി. പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണാടിക്കുമ്പിലായി ചെന്ന് നിന്നു. അടുത്തുണ്ടായിരുന്ന ഒരു കർച്ചീഫ് എടുത്ത് പതുക്കെ കണ്ണുനീര് ഒപ്പിയെടുത്തു. മേക്കപ്പ് എങ്ങാനും കൊളാക്കിയ ഹയ വന്ന് കൊല്ലുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. മോളെ വാ, അവർക്ക് ചെന്ന് വെള്ളം കൊണ്ടുകൊടുക്ക്. മാമന്റെ ശബ്ദം കേട്ട് ഷിഫ തിരിഞ്ഞു നോക്കി. അയ്യേ, അതൊക്കെ പണ്ടത്തെ ഏർപ്പാടല്ലേ, എന്നെക്കൊണ്ട് വയ്യ. വെള്ളമൊക്കെ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ മതി. അവളോട് തർക്കിച്ച് സമയം പാഴാക്കാനില്ലാത്തതിനാൽ അയാൾ വേഗത്തിൽ അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ച ശീതളപാനീയങ്ങൾ കയ്യിലേന്തി. അപ്പോഴേക്കും സഹായത്തിനെന്നോണം മറ്റുള്ളവരും ചേർന്നിരുന്നു. ഓരോ തവണകളായി ജ്യൂസ് ഇറക്കുമ്പോഴും ഷിയാബിന്റെ കണ്ണുകൾ അവിടെ ആകമാനം അലഞ്ഞു നടന്നു. ഷിഫ അവിടെ എങ്ങാനും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്നറിയാൻ, പക്ഷെ എങ്ങും കണ്ടില്ല. അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് അവന് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും ഇഷ്ടമില്ലാത്തൊരാളുടെ മുമ്പിൽ കെട്ടിയൊരുങ്ങി നിൽക്കുക വേദനാജനകം തന്നെ. മോള് മുറിയിലാട്ടോ. ആലോചിച്ചിരിക്കുമ്പോഴാണ് ഷിഫയുടെ ഉപ്പ പറയുന്നത്. ഷിയാബ് ഉമ്മയെ നോക്കി. വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ഉമ്മയോട് അവൻ വിശദീകരിച്ച് പറഞ്ഞു. ഷിയാബിന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവളോട് ചെന്ന് സംസാരിച്ചോളാൻ ഉമ്മ അവന് സമ്മതം കൊടുത്തു. അത് കേട്ടതും നിറഞ്ഞ പുഞ്ചിരിയോട് അവൻ എഴുന്നേറ്റ് ഉപ്പ് കാണിച്ച മുറിയിലേക്ക് നടന്നു. ജനക്കമ്പിൽ പിടിച്ച് പുറത്തേക്ക് കണ്ണു നട്ടു നിൽക്കുന്നവളെ ഒരു നിമിഷം പ്രണയത്തോടെ നോക്കി നിന്നു. ശേഷം അകത്തേക്ക് കയറി വാതിൽ പതുക്കെ ചാരി തൊണ്ടയനക്കിക്കൊണ്ട് മെല്ലെ അവിടെ അരികിലേക്ക് നടന്നു. പുറകിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞതും ഷിഫ ചെറുതായെന്ന് തലയേരിച്ചു.
പൂർണ്ണമായും തിരിഞ്ഞ ആ മുഖത്തേക്ക് നോക്കാൻ അവിടെ മനസ്സനുവദിച്ചില്ല. 1 കിലോ നാരങ്ങ മിഠായി എടുക്കാനുണ്ടാവോ? സ്ത്രീധനായിട്ട് കൂട്ടിയാ മതി. ആ ചോദ്യം കേട്ടതും ഷിഫയുടെ കണ്ണുകൾ വിടർന്നു വന്നു. ഒരു നിമിഷം ചിന്തിക്കാതെ പിന്നിൽ നിൽക്കുന്നവന്റെ നേരെ തിരിഞ്ഞു. കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ഒന്ന് പകച്ചു. സന്തോഷം കൊണ്ട് ശ്വാസം മുട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ശ്യാബ്ക, നിങ്ങളായിരുന്നോ? അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഏതോ ഒരു കോന്തം വരികയാണെന്ന് വിചാരിച്ച് കെട്ടിയൊരുങ്ങി നിൽക്കുകയാണല്ലേ. ശ്യാബ് അല്പം ഗൗരവം നടിച്ചു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവളുടെ ആനന്ദക്കണ്ണീർ കവിളിനെ തഴുകിക്കൊണ്ട് താഴേക്ക് ഒലിച്ചിറങ്ങിയിരുന്നു. ആ സന്ദർഭത്തിലും അവനായൊരു പുഞ്ചിരി അവളുടെ അതിരത്തിൽ വിരിഞ്ഞു നിന്നു. പെട്ടെന്ന് അവളുടെ മുഖം മാറി. ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് അടുത്തു. ആ നെഞ്ചിൽ തുരിതരാ കുത്തി നോവിച്ചുകൊണ്ട് അവൾ ദേഷ്യം തീർത്തു. എടി പതുക്കെ! അവൻ ചുണ്ടു വിളുത്തി അവളെ തടയാൻ ശ്രമിച്ചു. മനുഷ്യനെ തീ തീറ്റിച്ചും പോരാ. അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും കവിഞ്ഞൊഴുകി. ആ മുഖത്തേക്ക് നോക്കി ഷിയാബ് അവളുടെ ഇരുകൈകളിലും പിടുത്തമിട്ടു. ഒറ്റ വലിക്ക് തന്നെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. കുറച്ചു സമയം അവളുടെ കരിമഷി കണ്ണുകളുടെ ഭംഗി ആസ്വദിച്ചതും സർവവും മറന്ന് അവൾ അവനിൽ ലയിച്ചുപോയി. ഇത്രയും കാലം ആത്മാർത്ഥമായി എന്റെ മനസ്സിൽ കൊണ്ടുനടന്നിട്ട് അത് കണ്ണിൽ നിന്നടിക്കാൻ മാത്രം ക്രൂരനല്ല ഞാൻ, പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കൊമ്പിൽ കോരിയെടുത്തു. അവന്റെ ആദ്യ പ്രണയ ചുംബനം അവളുടെ നെറ്റിയിൽ പതിച്ചു. ഇരു കണ്ണുകൾ ഇറുക്കിയടച്ച് അവളത് സ്വീകരിച്ചു. അവനെയൊന്ന് പുണരാനുള്ള ആഗ്രഹത്താൽ കൈകളകത്തിയതും വാതിലിൽ കൊട്ടുവീണു. പെട്ടെന്ന് അവർ തമ്മിൽ അകന്നു മാറി. അപ്പോഴേക്കും പുറത്തുനിന്നവർ അകത്തേക്ക് ഇടിച്ചു കയറിയിരുന്നു. ഒന്ന് സംസാരിക്കാൻ അവസരം തന്നെന്ന് കരുതി നീ ഇതിനകത്ത് അടയിരിക്കുകയാണോ? ഞങ്ങൾക്ക് ആർക്കും മോളെ കാണണ്ടേ? അമ്മായി മുഖം കനപ്പിച്ച് ചോദിച്ചു. ഷിയാബ് വേഗത്തിൽ പുറകോട്ട് മാറിക്കൊടുത്തു. ഓരോരുത്തരായി വന്ന് അവളെ കാണുന്നതും സംസാരിക്കുന്നതും ഗിഫ്റ്റ് കൈമാറുന്നതൊക്കെ ഏറെ സന്തോഷത്തോടെ നോക്കി നിന്നു. വന്ന പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് അകത്ത് നിരന്നതിനാൽ അവിടും തിക്കും തിരക്കുമായി. അത്രയ്ക്ക് സൗകര്യമേ ആ മുറിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പുറത്തുനിന്നൊരു തല ഏന്തി വലിഞ്ഞ് കളിക്കുന്ന ഷിയാബ് കാണുന്നത്. പടച്ചോനെ ഉമ്മ! ഷിഫയൊരു നോക്ക് കാണാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഉമ്മ. അത് കണ്ട് ഷിയാബ് വേഗം അവൾക്കരികിലേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെ നേരിൽ കണ്ടത് ഉമ്മയുടെ മുഖം തെളിഞ്ഞു. ദാ നിങ്ങളുടെ മോള്, ഇനി കണ്ടില്ലെന്ന് പറയരുത്, അവൻ പറഞ്ഞ്. ഉമ്മ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. കയ്യിൽ കിടന്ന ഒരു വളയൂരി അപ്പോൾ തന്നെ അവളെ അണിയിച്ചു. ഷിഫയുടെ നോട്ടം ഒരു നിമിഷം ഷിയാബിലേക്കായി. അവനൊന്ന് ഹൃദ്യമായി പുഞ്ചിരിച്ചു. ഷിഫയെ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. ആദ്യം ആഷിയൊക്കെ ഹാപ്പിയായി. ഭക്ഷണം കഴിക്കലും കൂടി കഴിഞ്ഞോടെ പരിപാടി മനോഹരമായി. ഷിഫയോടും വീട്ടുകാരോടും പറഞ്ഞ് ഷിയാബും കുടുംബം അവിടുന്ന് ഇറങ്ങി. ലോകം വെട്ടിപ്പിടിച്ച സന്തോഷത്തിൽ ഷിഫയെല്ലാം കൺകുളിർക്കെ നോക്കി നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.